അമ്മേ, ആ ചേട്ടായി വല്ലതും വിളിച്ചായിരുന്നോ അമ്മേനെ? അവന് എന്നെ ഒന്നും വിളിക്കാറൊന്നുമില്ലല്ലോ. റൂമിൽ ആരെയും വിളിച്ചിട്ടും എടുക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചാ ലിജീനെയല്ലേ എന്നും കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്നെ വിളിക്കത്ത് പോലുമില്ല. ഹലോ ഗൈസ്, ഞാൻ ഗൾഫിൽ നിന്ന് 2 വർഷത്തിന് ശേഷം വീട്ടിൽ പറയാണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മുതൽ വീട്ടിൽ വിളിച്ചിട്ടേ ഇല്ല. വണ്ടിയൊക്കെ അങ്ങ് ദൂരെ മാറ്റിയിട്ടിരിക്കുകയാണ്. എന്താവും അവരുടെ റിയാക്ഷൻ എനിക്ക് അറിയാമല്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് പോയി നോക്കാം അവരെന്തെടുക്കുകയാണെന്ന്. ഞാൻ സ്വപ്നം കാണുവാണോ? എന്നോടാ വിളിക്കാതെ പറയാതെ വന്നത്. അതല്ലേ പെട്ടിയൊക്കെ എന്തിയടാ? അത് പെട്ടിയൊക്കെ അത് അങ്ങ് മാറ്റി വെച്ചിരിക്കും. ഇപ്പൊ വരും. അവളെന്ത് ചെയ്യും? അകത്തങ്ങനുണ്ട്. നാളെ പറിക്കാന്ന്. അയ്യോ കരയല്ലേ, അയ്യോ ഞാൻ വന്നില്ലേ, കരയല്ലേ. എന്നാലും നിങ്ങൾ വലിയ ആളാട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു സൂചനയിലും തരാ. ഞാൻ നിങ്ങളുടെ റൂമിലുള്ളവരെയും വിളിച്ചോളാം, അവരും ഫോൺ എടുത്തില്ല. ഞങ്ങളത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. സിജി വിളിക്കും, ഫോൺ എടുക്കരുതെന്ന് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. എങ്ങനെയുണ്ട്? എന്നാലും കൊള്ളാം. എടാ അമ്മ, ഈ ഫോണേ ശരിയാവുന്നില്ല, നീ ഒന്ന് വന്ന് നോക്കിക്കേടാ. അമ്മ അത് നമ്മളെ അവിടുന്ന് മേടിച്ചുകൊണ്ടേ കുറച്ച് സെറ്റിങ്സ് ഒക്കെ മാറ്റാറുണ്ട്. നമുക്ക് നാളെ നോക്കാതെ. നിങ്ങൾക്കൊരു സാധാരണ ഫോൺ മേടിച്ചു കൊടുത്താ പോരായിരുന്നോ? ഒരു ഫോണും കിട്ടിയിട്ട് ഒന്നും അറിയാനും വേണ്ടില്ല. നിങ്ങൾ കിടന്നോ? ഞങ്ങള് കിടന്നമ്മ. ഇപ്പഴേ കയറി വാല് കുറ്റിയിട്ട് പോ. ചേട്ടായിയേ, കഴിക്കാൻ വാ. ഇടിയപ്പം ചക്കയൊന്നും കിട്ടിയില്ലേ? നല്ല ചക്കപ്പുഴുക്കും ആ മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചിട്ട് കഴിക്കുമ്പോട്ടല്ലോ അതിന്റെ ഒരു സുഖം. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം. എടാ മോനെ, നിനക്ക് ചക്കപ്പരാന്നുള്ള കാര്യം എനിക്ക് അറിയാടാ. കഷ്ടപ്പെട്ട് ഞാനിപ്പോ അപ്പുറത്തെ പറമ്പിന്ന് കൊണ്ടുവന്നാണേ കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് എല്ലാം ശരിയാക്കി തരാവേ അമ്മ. ഈ അമ്മയുടെ കാര്യം എന്നെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക. അല്ല, നിനക്കും അറിയാം. എടാ, ആ ഗ്രേസി കൊച്ചമ്മയുടെ വീട്ടിലും കൂടി പോണം. നീ വന്നിട്ട് ഇനി അവിടെയും കൂടി പോയില്ലെന്ന് പറഞ്ഞാ കുഴപ്പം കേട്ടോ. അവിടെ ചക്കയുണ്ടോ അമ്മേ? അവിടെ ചക്കയൊന്നും കാണാൻ വഴിയില്ല. അമ്മ ഇതൊരു പ്ലാവല്ലേ? അതങ്ങ് മേളിലാണല്ലോടാ. ഇവിടെ ഇപ്പൊ അതിന്റെ മണ്ടേ കയറി പറിക്കാനും ആണെങ്കിൽ ആളില്ലല്ലോ. ഇപ്പൊ നീ ഇപ്പൊ ഒരാഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പം കേറാം. ചേച്ചമ്മ ഇങ്ങനെ എന്നെ സ്നേഹിക്കില്ലേ? വയസ്സം കാലത്ത് ചുമ്മാ പഴയ ആളൊന്നും അല്ലേ. അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ ദുബായിക്കൊന്നും തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ഒന്ന് പോടാ അവിടെ. നിങ്ങൾക്ക് 2 കാപ്പി വെച്ചിട്ടുണ്ടേ. ഞങ്ങളിപ്പോ ലീലാമ ചേച്ചിയുടെ അവിടെ നിന്ന് കുടിച്ചായിരുന്നു. ആണോ? എടാ, നീ വന്നിട്ട് 3-4 ദിവസമായില്ലേ. നിനക്ക് ഇവളുടെ വീട്ടിലോട്ട് പൊക്കൂടെ? അല്ലെ അവരെന്നാ വിചാരിക്കും? നീ അവിടെ ചെന്ന് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നേ. സർപ്രൈസ് ഒന്നും കൊടുക്കണ്ട, ഞാൻ വന്ന ദിവസം തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്നാലേ പോണേന് മുമ്പോട്ട് മോൾ ആ കഞ്ഞി ഒന്ന് വാർത്തിട്ട് പോരെ. എനിക്ക് ഭയങ്കര വേദനയാവുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എടി കണ്ടില്ലേ അമ്മ എന്നെ പാവം നോക്കിയേ. നിന്നെ കൊണ്ട് വീട്ടിൽ പോകാൻ പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്നു. അല്ലേ അല്ലേ? ഇതിനോട് വന്നിട്ട് 3-4 മാസം ആയില്ലേ? പോകാറൊന്നും ആയില്ലേ? ആരറിയാനായിട്ടാ? എന്തോ അവിടെ കമ്പനി മാറുവാന്നോ, അവരാണ്ട് വിസ അയക്കണോന്നോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്താന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ മേല. ഈ 2 പേരും എന്നോട് ഒന്നും കറക്റ്റായിട്ട് ഒന്നും പറയത്തില്ലെന്നേ. പിന്നെ എങ്ങനെയാ ഞാൻ പറയുന്നേ? അമ്മേ, അമ്മേ ഇന്നത്തെ ചക്കയുടെ ബാക്കി ഇരിപ്പുണ്ടോ? അവന്റെ ഒരു ചക്ക. എടി എന്റെ ആ പച്ച വനി എന്തിയേ?
അത് മേളിൽ കിടപ്പുണ്ട്, എടുത്തോ. അമ്മേ ഇതന്നെ അവിടെ ഇരിക്കുന്നത്. മുറ്റടിച്ചേ ക്ഷീണിച്ചിട്ട് കാല് മേലാഞ്ഞിട്ട് ഭയങ്കര വേദന. അമ്മ ചക്ക കിട്ടോ? ചക്ക ചക്ക ഞാൻ നോക്കാം. നിങ്ങൾ എന്നെ ആലോചിക്കുന്നേ? എന്നാലും അമ്മ എന്നാടി ഇപ്പൊ പോയത്? അമ്മയ്ക്ക് അഭിനയിച്ച് മടുത്ത് കാണും. അതിനാടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മയൊക്കെ ശരിക്കും ഉണ്ടല്ലോ ബിഗ് ബോസില് ചെല്ലുന്ന ആളുകളെ പോലെ 2-3 ആഴ്ചയൊക്കെ നല്ല സ്വഭാവം കാണിക്കും, പിന്നെ തനി സ്വഭാവം കാണിക്കും. നീ അമ്മയെ പറ്റി ആവശ്യമില്ലാത്തൊന്നും പറയാ കേട്ടോ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇവിടെ ആദ്യം വന്നൊരു ദിവസം ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾക്ക് ചക്ക തിന്നണമെന്നല്ലേ ആഗ്രഹിച്ചത്? ആ ദിവസത്തെ ചക്ക ആരാ സെറ്റ് ചെയ്തേ? അതെ, എനിക്ക് ഒരു ചക്ക വെച്ചേക്കണേ. ചേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ. ലിസി ചേച്ചിയോട് ചക്ക ചോദിക്കുന്നത് കേട്ട് അമ്മ അവിടെ ആദ്യം പോയി അത് പറിച്ചുകൊണ്ട് വന്ന് അമ്മ നിങ്ങളുടെ മുമ്പിൽ ആളായി. എന്നിട്ടോ ആ ചക്ക ഒരുക്കിയത് മൊത്തവും ഞാനും. പിന്നെ എന്റെ വീട്ടിൽ പറഞ്ഞു വിട്ട ദിവസം ഓർക്കുന്നുണ്ടോ ലിജി? അതെ, ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി മീൻ ഇരിപ്പുണ്ട്, അതൊന്ന് വെട്ടിയേക്കണം. പിന്നെ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ഒന്ന് കൂട്ടി വെച്ചേരേ കേട്ടോ. അങ്ങനെ 2 ദിവസത്തേക്കുള്ള പണി മൊത്തം ചെയ്യിപ്പിച്ചു വെച്ചിട്ടാ അമ്മ എന്നെ എന്റെ വീട്ടിലോട്ട് വിട്ടത്. ഈ കയ്യിൽ പൈസ ഉള്ളപ്പോഴേ നിങ്ങക്ക് സുൽത്താന്റെ പവറാ. എന്നാ ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ. പറയണ്ട, ഞാൻ ഊഹിച്ചോളാം. subscribe my